അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ ഹൈന്ദവരായ സഹോദരികളോട് റമദാൻ മാസം നോമ്പ് സമയത്ത് മണക്കാടെന്ന് പറയുന്ന പള്ളിയിലെ മുസ്ലിം സഹോദരങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് വാർത്താമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ആ വാർത്തകൾ കേട്ട്, ആ കാഴ്ച കണ്ട് സകല ഇസ്ലാമിക വിരോധികൾക്കും ഹാലളകുകയാണ്. മിക്കവാറും ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവന്മാരും നെഞ്ചുപൊട്ടിച്ചാകും. എക്സ് മുസ്ലിം എന്ന പേരിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ആരിഫ് ഹുസൈനും ലിയാഖത്തലിയും അതോടൊപ്പം സംഘികളും ക്രിസംഘികളുമൊക്കെ സ്ഥിരമായി പടച്ചുവിടുന്ന ഒരു നുണയുണ്ടല്ലോ, കാഫറുകളെ കണ്ടാൽ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന്. ആ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അവിടെ എത്തിയ നൂറുകണക്കിന് ഹൈന്ദവ സഹോദരികളോട് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയണ്ടേ? കേട്ടുനോക്ക്. ആറ്റുകാൽ പൊങ്കാല എന്നാൽ ജാതി മത ഭേദങ്ങൾ ഇല്ലാത്ത ഉത്സവം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ നോമ്പുകാലമാണ്. ഈ നോമ്പുകാലത്താണ് ആറ്റുകാൽ പൊങ്കാല എത്തിയിരിക്കുന്നത്. സാധാരണ ഈ ഹാളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കാൻ തുറന്നു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ നോമ്പ് തുറയുടെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഹാളിൻ്റെ മുകളിലുള്ള ഹാളാണ് പള്ളി അധികാരികൾ ഈ വിശ്രമിക്കുന്നതിനും മറ്റുമായി തുറന്നു കൊടുത്തിട്ടുള്ളത്. നാളെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള വിറകും മറ്റ് സാമഗ്രികളെല്ലാം തന്നെ തയ്യാറാണ്. പള്ളി അധികാരികൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൗകര്യം ഒരുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം സൗകര്യമൊക്കെ കൊടുക്കാറുണ്ട്. രാത്രി എല്ലാവരും വന്ന് സ്റ്റേ ചെയ്യും. സ്ഥിരമായിട്ട് കൊടുത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പരിചയമുള്ള ഇവിടെ എത്ര പേർക്കൊക്കെ കഴിയാൻ സാധിക്കും? 150 പേർക്ക് നമുക്ക് സൗകര്യം ചെയ്യാൻ കഴിയും. നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ മറ്റ് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അവിടെ സ്റ്റേ ചെയ്യാനും ബാത്റൂമിൻ്റെ സൗകര്യമൊക്കെ. കണ്ടില്ലേ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാലയെ നമുക്കെല്ലാവർക്കും അറിയാം, ഹൈന്ദവ സഹോദരങ്ങളുടെ അവരുടെ വിശ്വാസത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആഘോഷമാണെന്ന് പറയേണ്ടി വരും ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ആ പള്ളിയിൽ അവരുടെ സാധനങ്ങൾ വയ്ക്കാനും അതോടൊപ്പം അവിടെ വിശ്രമിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും മണക്കാട് പള്ളിയിലെ അവിടെയുള്ള സഹോദരങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്നുള്ള വാർത്തയാണ്. ഈ മണക്കാട് പള്ളിക്ക് ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് സഹോദരിമാർ വരാറുണ്ട്. അതുകൊണ്ട് അവരാൽ കഴിയുന്ന സൗകര്യങ്ങൾ ആ ഹൈന്ദവ സഹോദരികൾക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഈ വർഷം മാത്രമല്ല കേട്ടോ, എല്ലാ വർഷക്കാലവും നടന്നു വരുന്ന മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സന്ദേശമാണ്. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യം കണ്ടോ, നോമ്പ് സമയമായതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത്. ഇതാണ് സുന്ദരമായ നമ്മുടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം. ഇനി നമുക്ക് ബാക്കി കാണാം. അല്ലെങ്കിൽ പിന്നെ സാധാരണ പൊങ്കാല ദിവസം ആഹാരമൊക്കെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. അറേഞ്ച് കൊടുക്കാൻ പ്രാവശ്യം കഴിയില്ല, കാരണം കഞ്ഞിയുടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ആഹാരം ഒക്കെ വിളമ്പി കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു അസൗകര്യം ഉണ്ടെന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വിപരീതമായി. അതൊരു വിഷമമല്ലേ? പിന്നെ സാധാരണ ചെയ്തിരുന്നായിരുന്നു, അത് ചെയ്യാൻ കഴിയുന്നില്ല. ഈ സ്ഥിരമായി വരുന്നവരുണ്ടെന്നോ അല്ലേ? എപ്പോഴും പറയും ഇവിടുത്തെ കാര്യം. കാരണം ഒരു ജാതി വ്യത്യാസം ഇല്ലാതെ ഞങ്ങളോട് ഇത്രയും സഹകരണം കാണിക്കുന്ന എപ്പോഴും പറയും. ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ഇവിടെ തന്നെ തേടി വന്നു. എല്ലാ തവണയും വരുമ്പോൾ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ വരുന്നത്. കേട്ടില്ലേ ആ ഒരു അമ്മയുടെ വാക്ക്? എത്ര മനോഹരമാണ്. ഒരു ജാതി നോക്കാതെ, മതം നോക്കാതെ എല്ലാവരെയും അവിടെയുള്ള സഹോദരങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. മനസ്സിൽ മതവർഗീയതയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഒരു ജനതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സൗഹാർദ്ദത്തെയാണ് വർഗീയവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ബാക്കി കൂടി കാണാം. വർഷങ്ങളായിട്ട് വരുന്നവരുണ്ട്. പിന്നെ എന്തായാലും അവർ വരുന്ന ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ ശരിക്കും അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഞങ്ങൾ നാടിനെ സംബന്ധിച്ചോളം, ഈ പള്ളിയെ സംബന്ധിച്ചോളം ഇനിയും അവർ വരണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് പരിഹരിച്ചു കൊടുക്കുന്നതാണ്. വളരെ സന്തോഷമുള്ള നിമിഷമാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും എല്ലാ വർഷവും ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞൊരു മതമൈത്രിയുടെ ഒരു അനുഭവം ഇവിടെ വരും. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി. അന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. വേറെ സ്ഥലം തേടി പോകാറില്ല, ഇവിടെ തന്നെ വരുന്നത്. വണ്ടിക്കാരനൊക്കെ പറയും ഇന്നടുത്ത് തന്നെ കൊണ്ടിറക്കണോ, അങ്ങനെ ഇവിടെ കൊണ്ടിറക്കും. പള്ളിയിലുള്ളവർ പറഞ്ഞത് നോമ്പുകാലായതുകൊണ്ട് അവർക്ക് ആഹാരമൊന്നും തരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ്. ഞങ്ങൾക്കൊക്കെ പറഞ്ഞ് വിഷമമുണ്ട്. കഴിഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആഹാരം തന്ന. കഴിഞ്ഞ താഴെയായിരുന്നു, ഇഷ്ടംപോലെ ആഹാരമൊക്കെ തന്നു ഞങ്ങൾക്ക്.
ഞങ്ങൾ വെയിൽ കൊള്ളാനൊന്നും പോകണ്ടായിരുന്നു, ഇവിടെ തന്നെ നിന്ന്. സാധാരണ നോമ്പ് സമയത്ത് പൊങ്കാല വരാറില്ല. ഇപ്പോൾ രണ്ടും കൂടി വന്നതുകൊണ്ട് ഇവർക്കൊക്കെ നമ്മുടെ കഞ്ഞി ആസ്വദിക്കാൻ പറ്റി, നോമ്പിന് കഞ്ഞി ആസ്വദിക്കാൻ പറ്റി. ഇഷ്ടം പോലെ ഞങ്ങൾക്കാന്ന് ഞങ്ങൾ കഴിച്ചു, ഇഷ്ടം പോലെ കഞ്ഞി കുടിച്ചു. നല്ല കഞ്ഞിയായിരുന്നു. ഞങ്ങൾ 4-5 വർഷം കൊണ്ട് വരുന്നു. അങ്ങേറ്റത്തെ സന്തോഷം. ഇപ്പം നമുക്കൊരു വ്യക്തിയുടെ ആ മനസ്സാണ് ഏറ്റവും വലിയ. ഈ അമ്മയ്ക്ക് മുമ്പ് പൊങ്കാല ഇടുമ്പോൾ എല്ലാവർക്കുമുള്ള നന്മയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? എല്ലാവരുടെയും നന്മ. ഇവിടെ ജാതിഭേദമൊന്നുമില്ല. നോക്കൂ, എത്ര സന്തോഷത്തിലാണ് അമ്മമാർ. അവർ വലിയ സന്തോഷത്തിലാണ്. സ്വന്തം അമ്മയെപ്പോലെ, സ്വന്തം സഹോദരിമാരെ പോലെ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. അവിടെയുള്ള പള്ളി കമ്മിറ്റിക്കാരുടെയും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളുടെയും ആകെയുള്ള വിഷമം എന്ന് പറയുന്നത് റമദാൻ മാസമായതുകൊണ്ട്, നോമ്പ് സമയമായതുകൊണ്ട് അവർക്ക് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമാണ്. ഈ സുന്ദരമായ മതസൗഹാർദ്ദം പഠിപ്പിക്കുന്ന, മാനവികത പഠിപ്പിക്കുന്ന ഈ ഇസ്ലാമിനെക്കുറിച്ചാണ്, ആ മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് കാഫറുകളെ, അതായത് അന്യമനസ്സരെ കണ്ടുകഴിഞ്ഞാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നുവെന്ന് പച്ചക്കള്ളം പടച്ചുവിടുന്നത്. നിങ്ങൾ എത്ര തന്നെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ടാലും, ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ എത്ര തന്നെ അവഹേളിക്കാൻ ശ്രമിച്ചാലും, ഇസ്ലാമിനെ ഒരു തീവ്രവാദത്തിൻ്റെ, ഒരു വർഗീയതയുടെ മതമാക്കി നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലും, ആ ഇസ്ലാമിൻ്റെ സുന്ദരമായ സാഹോദര്യം, ആ ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ സ്നേഹം, അത് എല്ലാ ജനങ്ങളും തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ സാഹോദര്യത്തെയും സ്നേഹത്തെയുമാണ് ഈ വർഗീയവാദികൾ, ഇസ്ലാമിക വിരുദ്ധർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പരസ്പരം സ്നേഹത്തോടുകൂടി കഴിയുന്ന ഈ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. നിങ്ങളുടെ എല്ലാ അജണ്ടകളെയും കുതന്ത്രങ്ങളെയും ഇവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. റമദാൻ മാസങ്ങളിൽ എല്ലാ ദിവസവും 30 ദിവസവും നോമ്പ് കഞ്ഞി വെക്കാറുണ്ട്. ഈ മണക്കാട് പള്ളിയിൽ വെക്കുന്നത് ഇറച്ചിക്കഞ്ഞിയാണ്. പക്ഷേ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളായതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അന്ന് 2 ദിവസം അവർ ഇറച്ചിക്കഞ്ഞി മാറ്റി മലക്കറി കഞ്ഞിയാക്കി. കാരണം ചിലപ്പോൾ ചില ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇറച്ചി കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ, പ്രയാസമുണ്ടാകാം. അതുപോലും കണക്കിലെടുത്തുകൊണ്ടാണ് ആ ജനതയെ, ആ ഹൈന്ദവ സഹോദരങ്ങളെ ഈ മുസ്ലിം സഹോദരങ്ങൾ ചേർത്ത് പിടിച്ചത്. ഇനി ആ പള്ളിയിൽ ഒരു ഉസ്താദ് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് കാണാം. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് വരുന്ന, പള്ളിയിൽ വരുന്ന വിശ്വാസികളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ഈ പൊങ്കാലയോടനുബന്ധിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ വീടിൻ്റെ അടുത്തുള്ള പള്ളികളിൽ നടത്തുക. അതോടൊപ്പം തന്നെ അടുത്തുള്ളവരോട്, വാഹനത്തിൽ വരുന്നവരോട് നമ്മൾ സാധാരണ പറയാറുണ്ട്, വാഹനങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി കാൽനടയായിട്ട് പള്ളിയിലേക്ക് വരിക. കാരണം നമ്മളുടെ ഈ നാട്ടിൽ, പ്രത്യേകിച്ച് മണക്കാട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ മുൻകണ്ടുകൊണ്ട് എല്ലാവിധ വിശ്വാസികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. കേട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അവിടെ വരുന്ന ഹൈന്ദവ സഹോദരിമാർക്ക് അവർക്ക് അവരുടെ സാധനങ്ങൾ വയ്ക്കാനും അവർക്ക് കിടക്കാനും അതോടൊപ്പം കുടിക്കാൻ നോമ്പ് കഞ്ഞിയുമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സുന്ദരമായ മതസൗഹാർദ്ദം. ഇനി നിങ്ങൾ UP-യിൽ ഒരു വാർത്ത കണ്ടു നോക്കൂ. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഹൈന്ദവ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ മനസ്സിൽ വർഗീയ വിഷം നിറഞ്ഞ സംഘികൾ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ ആക്രമണങ്ങളും അതോടൊപ്പം വർഗീയതയും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഈ റമദാൻ മാസത്തിൽ മറ്റൊരു മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ കാഴ്ച. ഇത് കളിയാട്ടക്കാവിലെ ഒരു ഇഫ്താർ സംഗമമാണ്. അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ നടത്തിയ മനോഹരമായ ഒരു ഇഫ്താർ സംഗമം. ക്ഷേത്രമുറ്റത്ത് നിന്നുകൊണ്ട് ബാങ്ക് വിളിച്ചുകൊണ്ട് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് തുറക്കുന്നു. വർഗീയവാദികളെ, നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം പരിപാടി പോലെ വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറുവശത്തുകൂടി ഇവിടെ എല്ലാ സഹോദരങ്ങളും ഒറ്റക്കെട്ടായി സാഹോദര്യത്തോടുകൂടി അവരുടേതായ സുന്ദരമായ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.